ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മുട്ട ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ഇത് നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ അരി സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം തന്നെ ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 30 മിനിറ്റിന് ശേഷം നമുക്ക് ഊറ്റി ഒരു സ്ട്രെയിനറിലേക്ക് വെക്കണം. ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം മാറ്റിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിവിടെ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ മുട്ട വേണ്ടത് അതിനനുസരിച്ച് മുട്ട പുഴുങ്ങി ആദ്യം തന്നെ എടുത്ത് മാറ്റി വെക്കുക. ഒരു കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. അതായത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, അതുപോലെ തന്നെ ജാതിപത്രി, ബേ ലീഫ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് സവോള സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതായത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും മല്ലിയില, പുതിന അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പ്രഷർ കുക്കറിൻ്റെ ലിഡ് വെറുതെ ഒന്ന് വെച്ച് ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടെ മിക്സ് കൊടുത്ത ശേഷം വേണം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. 30 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഈ അരി ഇതിനകത്ത് കിടന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു സോസ് പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി അടന്നെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഇനി ഇളക്കുകയൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇനി ഇത് കുക്കറിൻ്റെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 2 വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് വേണം നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട്. കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. വെയിറ്റ് മാറ്റിയിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഈ മുട്ട ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും കാഷ്നട്ട്, റൈസിൻസ്, അതുപോലെ സവോളയൊക്കെ ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ആദ്യം തന്നെ നമുക്കൊരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേണം സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഫോർക്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് അരിയൊന്നും മുറിഞ്ഞു പോകാതെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇനി സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് തരാനായിട്ട് മറക്കരുത്. അടുത്ത അടിപൊളി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.